നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ വലതു കൈ എന്താ തളർന്നു പോയോ? അല്ലെങ്കിൽ ആ കയ്യിൽ എന്താ ഒളിപ്പിച്ചിട്ടോ? ഒന്നുമില്ല അമ്മ. ഒന്നുമില്ലെങ്കിൽ വലതു കൈ കാണിക്കേ. കാണിക്കാനാ പറഞ്ഞേ. നിന്നെ ഞാനിന്ന് കാണിക്കടി. എന്താ നീ ഒളിപ്പിക്കുന്നേ? കഷ്ടമുണ്ടോ? എനിക്ക് അറിഞ്ഞേ പറ്റും. കൈ തേടി. അമ്മ വിട്. കാണിക്കേ. കാണിക്കാനാ പറഞ്ഞേ. പല്ലവി എന്റെ അമ്മ ഇത് കാണിക്കില്ല. വാച്ചോ? ഇത് വില കൂടിയ വാച്ച് പോലെ ഉണ്ടല്ലോ. എവിടുന്ന് കിട്ടിയടി ഇത്? അത് അമ്മ, ഇത് വില കൂടിയ വാച്ചാവാനാ സാധ്യത. ഇത് ആണുങ്ങൾ കെട്ടുന്ന വാച്ച് പോലെ ഉണ്ടല്ലോ. ഇതാരടി നിനക്ക് തന്നത്? അതമ്മ, എനിക്ക് വാച്ച് അടിക്കല്ലേ അമ്മ. പറയാൻ അമ്മ എന്താ ഇത്? എത്ര വട്ടം പറഞ്ഞാൽ കേക്കില്ലേ? സത്യം പറയാനാ പറഞ്ഞേ. അമ്മ ഇനി പറയുന്ന കേക്ക് എന്നെ അടിക്കല്ലേ. ആരെടുത്ത് ഒന്ന് വാങ്ങിക്കണ്ട പറഞ്ഞാ മനസ്സിലാവില്ല. എത്ര വട്ടം പറഞ്ഞാൽ കേക്കില്ലേ അമ്മ. നിന്നെ ഞാൻ എന്തിനാ നീ മോളെ ഇങ്ങനെ അടിക്കണേ? എവളിപ്പോ ചെറിയ കുട്ടിയല്ല എന്നുള്ള ഓർമ്മ വേണം. ഇവള് നമ്മുടെ കുടുംബത്തിന്റെ മാനം കളയുന്ന ഞാൻ പറഞ്ഞതല്ലേ. ഇപ്പൊ കണ്ടില്ലേ ചാ, ഇവളുടെ കയ്യിൽ കണ്ടില്ലേ വാച്ച്? അതും വില കൂടിയ വാച്ച്. മാത്രമല്ല ആണുങ്ങളുടെ വാച്ച്. പല്ലവി, എന്താ ഇത്? ഇതാര് തന്ന വാച്ചാ? ഇതാരും തന്നതല്ല മുത്തശ്ശ. അമ്പലത്തില് പോകുന്ന വഴിക്ക് കളഞ്ഞു കിട്ടിയതാ. മോളെ, ഇങ്ങനെ എന്തെങ്കിലും കളഞ്ഞു കിട്ടിയാ അതൊന്നുകിൽ അമ്പല കമ്മിറ്റി ഓഫീസിൽ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ കൊടുക്കണം. അതല്ലാതെ നീ എന്തിനാ ഇത് കൈ കെട്ടിക്കൊണ്ട് നടക്കണേ? ഇവള് കള്ളം പറയച്ചാ. ഇവളെ വിശ്വസിക്കരുത്. ഇവള് എവിടെ വായി നോക്കി നടന്നിട്ടുണ്ട്. അപ്പൊ ഏതോ ചെക്കന്മാര് ഇവളോട് സംസാരിച്ചു കാണും. ഇവളും അവന്മാരോട് കൊഞ്ചിക്കൊഴിയാൻ പോയിട്ടുണ്ടാവും. അവന്മാരെ മയക്കി കയ്യിലുള്ള കാശും ഇഷ്ടം തോന്നിയ വാച്ചും ഇവള് കൈക്കലാക്കിയിട്ടുണ്ടാവും. എന്റെ ദേവി, ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പുകില ഉണ്ടാവാൻ പോകുന്നെന്ന് ആർക്കറിയാം. അംബികെ, പല്ലവിയെ കുറിച്ച് എന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അവൾ ഇവിടുത്തെ കുട്ടിയല്ലേ. നീ പറയുന്ന പോലെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും അവൾ ചെയ്യില്ല. അതെനിക്കറിയാം. പല്ലവി, നീ എന്തിനാ അമ്മയുടെ വഴക്കം കേട്ട് അടിയും വാങ്ങി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്താ ഉണ്ടായിന്ന് പറഞ്ഞാ പോരെ. മോള് സത്യം പറയേ, നിനക്ക് ഈ വാച്ച് എവിടുന്ന് കിട്ടി? ഞാൻ പറയുന്ന സത്യം മുത്തശ്ശ. അമ്പലത്തിന് തിരിച്ചു വരുമ്പോ കളഞ്ഞു കിട്ടിയതാ ഈ വാച്ച്. ഒന്നാം ദിവസത്തെ എഴുന്നള്ളത്ത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാ എനിക്കിത് നിലത്തുനിന്ന് കിട്ടിയത്. ആരെങ്കിലും അന്വേഷിച്ചു വരുമ്പോ തിരിച്ചു കൊടുക്കാന്ന് കരുതിയാ ഞാനിത് എടുത്തു വെച്ചത്. കള്ളം, പച്ചക്കള്ളം. ഇവള് നന്നാവില്ല. അംബിക, കാണുന്നവരൊക്കെ എന്ത് വിചാരിക്കും? നീ അകത്ത് പോ. പച്ച വെള്ളം നിനക്ക് ഈ വീട്ടിൽ നിന്ന് തരില്ല. പട്ടിണി ഇടക്ക്. എന്നാലും നീയൊക്കെ പഠിക്കൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.